അജയന്റെ 3ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് ഇന്ന് ചന്തക്കടവ് അജയൻ സ്മാരക സ്തൂപത്തിന് സമീപം ചേരുന്ന പൊതുയോഗത്തിൽ പങ്കെടുത്ത് വൻപിച്ച് വിജയമാക്കണമെന്ന് എല്ലാ നാട്ടുകാരോടും അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ നാടിന്റെ അഭിമാന ഭാജനമായിരുന്ന സഖാവ് അജയന്റെ ചരമവാർഷികത്തോടനുബന്ധിച്ച് അജയൻ കൊലക്ക് CBIക്ക് കൈമാറണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഈ നാടിന്റെ നിവേദനം അജയന്റെ സഹോദരിയും പ്രമുഖ ഹാൻഡിക്രാഫ്റ്റ് എക്സ്പോർട്ടറുമായ ശ്രീമതി അമ്മുവിൽ നിന്നും നമ്മുടെ ബഹുമാനപ്പെട്ട പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ലോനപ്പൻ ഏറ്റുവാങ്ങുന്നതാണ്. നമസ്കാരം. ഇത് വല്ലതും നടക്കുവോ പ്രസിഡന്റ്? എന്ത് ചോദ്യ കൊച്ചുകൃഷ്ണ ഇത്? എന്റെ ഇപ്പോഴത്തെ ഒരു രാഷ്ട്രീയ സ്വാധീനം വെച്ച് നിനക്ക് മൃഗശാലയിൽ ജിറാഫിന് തീറ്റ കൊടുക്കുന്ന പണി വരെ മേടിച്ചാൽ എനിക്ക് പറ്റും. പിന്നെയാണ് ഒരു CBI അന്വേഷണം. ഗോവിന്ദേട്ടന് തരാൻ ഒരു കൊല പഴം ഞാൻ ചാരത്തി പൂത്തി വെച്ചിരിക്കുക. നല്ലോണം പഴുത്തിട്ട് വീട്ടിലേക്ക് കൊടുത്ത് വിട്ടേക്ക്. ഓ പവിത്രൻ, എനിക്ക് അമ്മൂനോട് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. എനിക്കൊന്നും കേൾക്കണ്ട. നിന്നെ കാണാൻ വേണ്ടി മാത്രമേ ഞാൻ ഇവിടം വരെ വന്നത്. എനിക്ക് പറയാനുള്ളത് കേട്ടേ പറ്റൂ. നിനക്കെന്താ ഇത്രമാത്രം പറയാനുള്ളത്? പൂജപ്പുര സെൻട്രൽ ജയിലിൽ നിന്ന് ഗോതമ്പുണ്ട വിഴുങ്ങിയ വിശേഷങ്ങളോ? മുതലാളിയുടെ ഫാക്ടറിയും കിടപ്പാടവും സർക്കാർ കണ്ടുകെട്ടി കരക്കാർക്ക് വീതിച്ചു കൊടുത്തത് മുതലാളി അറിഞ്ഞില്ലായിരുന്നോ? പിന്നെ കൂടെ ഉണ്ടായിരുന്ന ചന്ദ്രൻപിള്ള കൊള്ളന് കഞ്ഞി വെച്ച കരിങ്കള്ളനാണെന്ന് കരക്കാർക്ക് ബോധ്യമായതോടെ അവനും നാട് വിട്ടു. മുതലാളിക്ക് ഇപ്പൊ ഈ കരയിൽ ആകെ ഉള്ളത് ഫാക്ടറിയിൽ നിന്ന് കയറ് കടത്തിയിരുന്ന ആർക്കും വേണ്ടാത്ത ഹോട്ട വള്ളം മാത്രമാണ്. എന്ന് വെച്ചു മുതലാളി ഒന്നുമില്ലാത്തവനെന്ന് ഞാൻ പറയില്ല. മുതലാളിക്ക് ഇപ്പൊ സ്വന്തമായി ദാരിദ്ര്യവും കഷ്ടപ്പാടും ജയിൽ പുള്ളിയുടെ ഒരു സൽപ്പേര് എല്ലാം ഉണ്ട്. ഒന്നും തിരിച്ചു പിടിക്കാനല്ല ഞാൻ വന്നത്. എനിക്ക് അമ്മൂനെ ഒന്ന് കാണണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ. എന്തിന്? ഓ, എന്റെ മോളിപ്പോ കാശുകാരിയാണല്ലോ. കാശിന് വേണ്ടി എന്തും ചെയ്യാൻ മടിക്കാത്തവനാ നീ എന്ന് എനിക്കറിയാം. കാശിന് വേണ്ടിയല്ല, ഞാൻ പണ്ട് നീ ചന്തക്കടയിൽ വെച്ച് എന്നോട് പറഞ്ഞ ഓർമ്മയുണ്ടോ? അത് ഞാൻ അങ്ങോട്ട് പറയാ. എന്റെ മോളുടെയോ എന്റെ സ്ഥാപനങ്ങളുടെയോ 7 അയലത്ത് നിന്റെ നിഴൽ വെട്ടം കണ്ടാൽ ചോള കൊടുത്ത് കൊച്ചിന്ന് നല്ല ചുണയുള്ള ആൺകുട്ടികളെ ഇറക്കും. പിന്നെ നിന്റെ ശവം പോലും പുറത്തു കാണില്ല. അതുകൊണ്ട് മര്യാദക്ക് കരവിട്ട് വെക്കോ, ഇല്ലെങ്കിൽ നാളത്തെ സൂര്യോദയം നീ കാണില്ല. ഇവിടെ വെയിറ്റ് ചെയ്യ്. ഐ ഗോ ആൻഡ് ഫാസ്റ്റ് ആയിട്ട് കമ്മാ. ഓക്കേ. മുതലാളി, ഡേഞ്ചർ ഡേഞ്ചർ. ടൂറിസ്റ്റുകളെ കൊണ്ട് ഗസ്റ്റ് ഹൗസിലാക്കാൻ പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് ഓടി കളിക്കുന്നോ? യുവർ എനിമി ലാൻഡഡ് കെയർഫുള്ളി. ഏതോ മറാമയുടെ കൂടാണെന്ന് കുറച്ച് മുറി ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഇവനെ ഒന്നും ഗസ്റ്റ് ഹൗസ് തന്നെ മാനേജരാക്കരുതെന്ന് അന്നേ ഞാൻ പറഞ്ഞു. ഒരു പണി ഏൽപ്പിച്ചിട്ട് തീർക്കാതെ തിരിച്ചു വന്നിരിക്കുന്നു. വന്നു തർക്കുത്തരം പറഞ്ഞ അതല്ല, പവിത്രൻ ജയിലിൽ നിന്ന് വന്നു. ഈ ലോനപ്പേട്ടൻ പറയുന്നത് ശരിയാണെന്നാ എനിക്കും തോന്നുന്നത്. അതങ്ങനെ അവനെ വഴിയുള്ളടാ. എന്തായാലും സംഗതി കുഴപ്പാ. ഇതാ കണ്ടോ, ചെരുപ്പ് പൊട്ടി കിടക്കുന്നു. പിടിവലി നടന്നതിന്റെ ഭയങ്കരമായിട്ടുള്ള ലക്ഷണമുണ്ട്. എന്തുവാ? ആ പവിത്രനെ കാണാനില്ല. ഇന്നലെ രാത്രി ഇവിടെ നിൽക്കുന്നത് ഞാൻ കണ്ടതാ. ഇതിൽ സംശയിക്കാനൊന്നുമില്ല. പവിത്രനെ തട്ടി. നാളത്തെ സൂര്യോദയം കാണിക്കില്ലെന്ന് ഒരു കാപാലികൻ പറഞ്ഞില്ലേ, അയാള് തന്നെ. വെറുതെ അനാവശ്യം പറയരുത്. കൊച്ചി നാളിറക്കുമെന്ന് താൻ പറഞ്ഞില്ലേ? കൊച്ചി നാളിറക്കിയാണോ അതോ ഇയാൾ നേരിട്ട് ചെയ്താണെന്ന് മാത്രം ഇനി അറിഞ്ഞാ മതി. ഇവൻ പറയുന്ന ആരും വിശ്വസിക്കരുത്. ഇന്നലെ രാത്രി ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. വീട്ടിലിരുന്ന് സ്മാൾ അടിക്കായിരുന്നു. അതിന്റെ തലവേദന ഇപ്പോഴും തലയ്ക്കായതുകൊണ്ട് അത് തന്നെ അതിന്റെ ഏറ്റവും വലിയ തെളിവ്. ഇവിടെ എന്തുവാ പ്രശ്നം? ഗോവിന്ദേട്ടാ, പൂഴ്ത്തി വെച്ചിരിക്കുന്നത് എന്ത് ചെയ്യണം? കേട്ടില്ലേ? ട്രൂത്ത് ഈസ് അണ്ടർവെയർ. സത്യത്തെ ഒരിക്കലും മറച്ചു വെക്കാൻ പറ്റില്ല. സംഭവം നടത്തിയിട്ട് വക്കച്ചന്റെ വീട്ടിലാണ് ആയുധങ്ങൾ പൂഴ്ത്തി വെച്ചത്. അത് കൊലയുടെ കാര്യം പറഞ്ഞ കൊലയുടെ കാര്യം തന്നെ ഞാനും പറഞ്ഞത്. അബദ്ധത്തിലാണെങ്കിലും പ്രതി കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു. കൊലയുടെ കാര്യം ഇവരെങ്ങനെ അറിഞ്ഞത്? SI കരിക്കൻ ജോർജ് സ്റ്റേഷനിൽ കൊണ്ടുപോയി തോർത്തിൽ കരിക്ക് പൊതിഞ്ഞ് നിങ്ങളുടെ മർമ്മസ്ഥാനങ്ങൾ ഓരോന്നോരോന്നായി ഇടിച്ച് തകർക്കും. എന്നിട്ട് നിങ്ങൾ സത്യം പറഞ്ഞാൽ മതി. കൊലപാതകത്തിന് പിന്നിൽ കരകൗശല കയറ്റുമതിക്കാരന്റെ കറുത്ത കൈകളാണെന്ന് പത്രക്കാർ എഴുതും. ആളുകൾ നിങ്ങളെ പുച്ഛിക്കും. താൻ ആജീവനാന്തം വഴി എണ്ണും. 1 2 3 4
അമ്മ വിഷമിക്കാതെ, എന്റെ അച്ഛനില്ലേ കൂടെ, അച്ഛൻ വേണ്ടത് ചെയ്തോളൂ. തനിക്കറിയാവോ, അവനെന്റെ മോളെ കെട്ടാത്തതിന്റെ നാണക്കേട് കാരണമാണ് സർവീസ് ചെയ്ത് ലോങ് ലീവ് എടുത്ത് ഞാൻ ഈ ഓണം കയറാമൂലെ വന്ന് ഒളിച്ച് താമസിക്കേണ്ടി വന്നത്. എന്റെ മോള് കല്യാണമേ വേണ്ട എന്ന് പറഞ്ഞ് പിടിവാശിയിൽ നിൽക്കുന്നത്. മകള് കെട്ടിയില്ലെങ്കിലും മകളുടെ മക്കളെ കെട്ടിച്ചെങ്കിലും സാറിന് ആശ നിറവേറ്റാവല്ലോ. അല്ല, ഞാൻ ഉദ്ദേശിച്ച അതല്ലല്ലോ ഇപ്പോഴത്തെ പ്രശ്നം. എന്റെ ദൈവമേ. പേടിക്കണ്ട, അവസരം കിട്ടിയാൽ അവനെ കാച്ചാനാ ഞാൻ ഈ റിവോൾവർ കൂടെ കൊണ്ട് നടക്കുന്നത്. ഇന്ന് നമ്മൾ സന്തോഷിക്കേണ്ട ദിവസമാ. രാവിലെ തൊട്ടേ ഞാൻ ആഘോഷിക്കുകയായിരുന്നു. തനിക്ക് ഇങ്ങോട്ട് ഒഴിക്കട്ടെ ഒന്ന്? വേണമെന്നില്ല. ഓ, എന്തൊരു കുടിയാ എന്റേത്. ഇത്ര പെട്ടെന്ന് എന്റെ ക്ലാസ് കാലിയായോ? എന്റെ സാറേ, അത് ആഘോഷിക്കാനല്ല, ആ കൊലക്കേറ് എന്റെ കഴുത്തിൽ നിന്ന് എടുത്തു കളയാനൊന്ന് സഹായിക്കണമെന്ന് പറയാനാ ഞാൻ വന്നത്. താൻ അയാളെ കൊല്ലുമെന്ന് പരസ്യമായി ഭീഷണിപ്പെടുത്തിയെന്ന് വെച്ച് താൻ ഒരിക്കലും കുറ്റക്കാരനാവില്ല. പിന്നെ സംശയത്തിന്റെ പേരിൽ പോലീസിൽ തന്നെ അറസ്റ്റ് ചെയ്യാം. വേണമെങ്കിൽ രണ്ടിടിയും തരാം. എന്റെ പൊന്നു സാറേ, എന്നെ അറസ്റ്റ് ചെയ്തതെന്ന് ആ എസ് ഐ കരിക്കൻ ജോർജിനോട് ഒന്ന് പറയണം സാറേ. പിന്നെന്താ, ഞാൻ ഇപ്പൊ തന്നെ വിളിച്ചു പറഞ്ഞേക്കാം. ഓ, പക്ഷേ ഡിപ്പാർട്ട്മെന്റിൽ ഉണ്ടായിരുന്ന സമയത്ത് ഞാൻ അവനെ ചെറുതായിട്ടൊന്ന് ഉപദ്രവിച്ചിട്ടുള്ളതാ. ഇന്നാളൊക്കെ ഞാൻ ഒരാളെ വിടണമെന്ന് വിളിച്ചു പറഞ്ഞപ്പോ എന്നോടുള്ള ബഹുമാനാർത്ഥം ഓർത്തിൽ 2 കരിക്കിന് പകരം 3 കിട്ടിയ അവൻ അയാളെ അടിച്ചു. വിളിക്കണ്ട. താനിങ്ങനെ പേടിക്കാതെ. ഓ, ഇതിനിടയ്ക്ക് ഞാൻ അതും അടിച്ചു. കരിക്കൻ ജോർജ് ഇറങ്ങിയിട്ടുണ്ടല്ലോ. അച്ഛൻ മുങ്ങിയാലോ? അച്ഛൻ തെറ്റൊന്നും ചെയ്തിട്ടില്ലല്ലോ. അച്ഛനോട് നിൽക്കേ. മാതൃഭൂമിന്നാ പവിത്രൻ എന്നൊരാളെ ദുരൂഹ സാഹചര്യത്തിൽ കാണാനില്ലെന്ന് പത്രാഫീസിൽ ഫോൺ വന്നിരുന്നു. ഫോൺ സ്റ്റേഷനിലേക്കും വന്നിരുന്നു. പക്ഷെ ആരെങ്കിലും രേഖാമൂലം പരാതിപ്പെടാതെ അന്വേഷിക്കുന്നത് എങ്ങനെ? പരാതി ഞാൻ തരാം സാറേ. താനാണോ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തത്? യെസ്, ഐ ആം ദി മാനേജർ ഓഫ് ദി ചുങ്കത്തറ ഗസ്റ്റ് ഹൗസ്. ഈ ക്ലോസ് ആയ പവിത്രൻ മൈ ക്ലോസ് ഫ്രണ്ട് ആണ്. ദാറ്റ് ഈസ് ദ ഡ്യൂട്ടി ബൈ ഷോപ്പ് ഓഫ് മീറ്റ് യു ഫോണിംഗ് യു. നിർത്തടാ നിന്റെ പൊട്ട ഇംഗ്ലീഷ്. പവിത്രൻ മരിച്ചു എന്ന് നിന്നോടാരാ പറഞ്ഞത്? അയാളെ കണ്ടോ? എന്നെ തന്നെ. ആ നിൽക്കുന്ന ആൾ പവിത്രനെ കൊല്ലുമെന്നും ശവം പോലും പുറത്ത് കാണിക്കില്ലെന്ന് പറഞ്ഞു സാർ. എന്നെ താനാ ഡോഗ് സ്ക്വാഡിനെ എന്ന് വിളിക്കുക. ശരി സാർ. പോലീസ് പട്ടിക്ക് ബിസ്ക്കറ്റ് വല്ലതും വേണമെങ്കിൽ എന്റെ സ്വന്തം ചെലവിൽ വാങ്ങിത്തരാം സാർ. നമസ്കാരം സാർ. പവിത്രനെ കൊല്ലുന്ന താൻ പറഞ്ഞിരുന്നോ? പറഞ്ഞു എന്നുള്ളത് നേരാ. പക്ഷെ പറഞ്ഞ വാക്ക് പാലിക്കാത്ത നിറയേട്ടവനാണ് സാർ ഞാൻ. സാറിന് കാര്യം പിടിയിട്ട് താൻ വാക്ക് പാലിക്കുന്നവനാണോ അല്ലയോ എന്നൊക്കെ നമുക്ക് സ്റ്റേഷനിൽ പോയിട്ട് തീരുമാനിക്കാം. അവസാനമായി അയാളെ എവിടെ കണ്ടത്? പാലച്ചോട്ടിൽ. അവിടെ എവിടെയാ പാല? പാലയല്ല സാർ, പാലം അണ്ടർ ദി ബ്രിഡ്ജ്. നടക്ക മാറടോ. അല്ല സർ, എന്റെ അച്ഛൻ അങ്ങനെ ആരും ഉപദ്രവിക്കത്തില്ല സർ. അച്ഛൻ ആരും ഉപദ്രവിക്കില്ല. കൊച്ചിന് ആളെ കൊണ്ടാണല്ലോ ഉപദ്രവിച്ചത്. സാർ, ഇനി ആരെങ്കിലും രഹസ്യമായിട്ട് ഏതെങ്കിലും വീട് മോട്ടിട്ടുണ്ട് വരെയായിരിക്കോ? അത് ഇയാളുടെ പണിയായിരിക്കുള്ളൂ. സാർ, ഇതാണ് പവിത്രൻ. ഇവൻ കൊല്ലപ്പെട്ടെന്ന് പറഞ്ഞാൽ നീ എന്നെ കള്ളക്കേസ് കൊടുക്കുമല്ലടാ. ആശ്വസിക്കാൻ വരട്ടെ. അയാൾ കൊല്ലപ്പെട്ടോ ഇല്ലയോന്ന് അയാൾ വന്ന് പറയട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. അല്ലേ സാറേ? ഇതെന്താ ഇവിടെ പോലീസും വേണമൊക്കെ? നിന്നെ കാണാതെ വിവരം അറിഞ്ഞിറങ്ങിയതാ. എന്താ ഇതൊക്കെ? ഇത് ബോട്ടിലൊരു ഹൗസ് ബോട്ട്. എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഓട്ടവെള്ളത്തിൽ ടൂറിസ്റ്റുകൾക്ക് താമസിക്കാൻ ഈ ഹൗസ് ബോട്ട് പണിക്കാൻ കരുനാഗപ്പള്ളിക്ക് പോയിരിക്കായിരുന്നു. ടൂറിസ്റ്റുകൾക്ക് താമസിക്കാനോ? അതെ, ഞാൻ പണ്ട് വള്ളത്തേലും വള്ളപ്പേരയിലും ഒക്കെ ആയിരുന്നു കിടന്നുറങ്ങിയിരുന്നത്. അതിന്റെ സുഖമൊന്നും വേറെയാ. ഈ സായിപ്പ് മദാമയൊക്കെ ഇവിടെ വരുന്നത് എന്തെങ്കിലും പുതിയ അനുഭവങ്ങൾ അന്വേഷിച്ചിട്ടാ. അപ്പൊ അവരെ ആകർഷിക്കാൻ വേണ്ടി ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ട്രിക്ക് ചെയ്തേ പറ്റത്തുള്ളൂ. വള്ളത്തിൽ കുടില് കെട്ടാൻ ടൂറിസം എന്താ കുടില് വ്യവസായോ? ഞങ്ങളുടെ ചുങ്കത്തറ ഗസ്റ്റ് ഹൗസിൽ തന്നെ താമസിക്കാൻ ഗസ്റ്റുകളെ കിട്ടുന്നില്ല. അപ്പോഴാണ് അവന്റെ ഒരു വള്ളിക്കുടിലി. അങ്ങ് വെനീസിലൊക്കെ ഇതുപോലെയുള്ള ഹൗസ് ബോട്ടുകൾ ഇഷ്ടം മാതിരിയാ.
അവൻ ഈ പുതിയ കുണ്ടാണ്ടം തുടങ്ങുന്ന കാര്യം ഒരു കാശ് മുടക്കില്ലാതെ 10 ആളെ അറിയിക്കാൻ അവൻ തന്നെ കണ്ടെത്തിയ അവന്റെ ഈ കാണാതാകൽ നാടകം. അത് പത്രത്തിൽ വാർത്തയാതെ നീ ഒറ്റ ഒരുത്തം കാരണം. ആക്ച്വലി ആൻഡ് പ്യൂർലി ബട്ട് കോൺസിക്വന്റ്ലി പോടാ അച്ഛനെ പോടാ. ആ പോടയല്ല, പല്ല് മുഴുവൻ പോടാ. ഇനി അടിച്ച പല്ലളകും. പോടാ പോടാ. അവന്റെ ഈ പുതിയ കച്ചവടം പച്ച പിടിച്ച അത് നമ്മുടെ ഗസ്റ്റ് ഹൗസിനെ ബാധിക്കാൻ പോകുന്നത്. എന്തൊക്കെയോ മനസ്സിൽ കണ്ടോണ്ട് അവന്റെ ഈ വരവ്.